In 150 meters, turn right onto Castle Pollard Road, R394. Hello guys, welcome back to Moments with Disa. അപ്പോൾ ഇന്ന് ഞങ്ങള് പോർട്ട്ലീസിലേക്ക് പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ അവിടെ ആരാ വരുന്നേ? എന്റെ കസിനും ഉണ്ടാവും. അപ്പോ എൻജോയ് ദ വ്യൂ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് സബ്സ്ക്രൈബ്. പിന്നെ ആരെങ്കിലും വരുന്നുണ്ടോ? പിന്നെ ആരും വരുന്നില്ലേ? പിന്നെ അമ്മച്ചിയുടെ വാർഡിലുള്ള എല്ലാ മലയാളികളും. പിന്നെ ഇറ്റ്സ് എ സർപ്രൈസ് ആക്ച്വലി. ആരാ വരുന്നേ? ബേസിൽ ജോസഫ് വരുന്നുണ്ട് ഗൈസ്. ആരാ? ബേസിൽ ജോസഫ് ഒരു സിനിമ ആക്ടർ ആണ്. അപ്പോൾ എൻജോയ് ദ വ്യൂ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ബൈ. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഈസ പറഞ്ഞ പോലെ നമ്മളൊരു ട്രിപ്പ് പോവാണ്. നെക്സ്റ്റ് ട്രിപ്പ് നമ്മളൊരു പ്രോഗ്രാമിന് പോവാണ്. ഇപ്പോൾ ഇവിടെ സമ്മർ പ്രമാണിച്ച് പല കൗണ്ടിയിലും പല സ്ഥലത്തായിട്ട് മലയാളി അസോസിയേഷൻ്റെ കുറേയധികം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നാളായി പരിപാടിക്ക് ഒരെണ്ണം പോയിട്ട്. നമ്മൾ വന്ന സമയത്ത് ഡബ്ലിനിൽ ഒരു പരിപാടി അറ്റൻഡ് ചെയ്തായിരുന്നു. അതല്ലാണ്ട് നമ്മൾ അങ്ങനെ പരിപാടിക്ക് പോയിട്ടില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ പോണത് പോർട്ട്ലീഷിലേക്കാണ്. അവിടെ മിഡ്ലാൻഡ്സ് ഉത്സവം എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി പ്രോഗ്രാം അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലേക്കാണ് നമ്മൾ പോകുന്നത്, അത് എൻജോയ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ എൻജോയ് ചെയ്യും. ഈ ട്രിപ്പ് യാത്ര ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. കാരണം ഞങ്ങൾ കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ടോയ്സ് എടുക്കും. എപ്പോഴും ഞാൻ ബോറടിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ടോയ്സ് എടുക്കും. ചിലപ്പോൾ ബോറടിക്കും എനിക്ക് കളിക്കാൻ. അപ്പം ഞാൻ ഈ പ്രാവശ്യം പപ്പിറ്റും ഒരു ടെഡി ബെയറും പിന്നെ ഞാൻ വന്നു ഞാൻ എടുത്തത്. അത്ലറ്റിക് കോർട്ടാണ്. അപ്പോൾ അവിടെ എല്ലാം ഉണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ഓൾറെഡി. നല്ല ഭംഗിയുള്ള വീടുകളല്ലേ സ്വന്തം. പണ്ടത്തെ വീടാണ്, പക്ഷെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പൂക്കളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കണുണ്ട്. ഇതൊരു ഭംഗിയാണ്. ആണോ? 60 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് 60 കിലോമീറ്റർ. മോനിരുന്ന് വണ്ടി ഓടിക്കുന്നു. അന്ന് നമ്മള് കോറയ്ക്ക് നിങ്ങൾ വന്നില്ലേ? ഈ വഴിക്കൂടെ തന്നെയാന്ന് തോന്നണേ. ഉള്ളി കൂടെയുള്ള വഴിയാ.
ഗൈസ്, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാണ് വിൻഡ് മിൽസ്. ഇവിടെ ലൈക്ക് ചെയ്യണം. കുറെ വീടുകളൊക്കെ കണ്ടോ, അതാണ് ഹൗസിംഗ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടെ നമ്മള് സ്പീഡ് കുറച്ച് പോണം. 50 km/h സ്പീഡിൽ പോകണം. സർക്കിളും സെന്ററും ഉണ്ട് ഇവിടെ. ഇതൊരു ടൗൺ ആണ്. നല്ല ഭംഗി. അടയുടെ മുമ്പിലൊക്കെ കണ്ട പൂ വെച്ചേക്കണേ, എന്തൊരു ഭംഗിയാലേ സുത്ത. സൂപ്പറല്ലേ. ഇവിടെ എല്ലാ കടയുടെ മുമ്പിൽ ഇങ്ങനെ പൂക്കൾ വെക്കും കണ്ടാ. വെരി നൈസ് അല്ലേ. ഇതേ ഒരു അപ്പാപ്പൻ വണ്ടി ഓടിച്ചു വരുന്നു. നല്ല രസം. എവിടെയാ ലാസ്റ്റ് ട്രിപ്പ് പോയതാ? നമ്മള് വിക്കിലോക്കി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കൗണ്ടി റോഡിൽ കൂടെയാണ്. അതാണ് നിങ്ങൾക്ക് കുറേ കാടും മരവും ചുറ്റും കാണുന്നത്. ഒരു നാരോ റോഡ് പോലെ ഒരു ചെറിയ റോഡാണ് പോകുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ ഫുൾ യാത്ര. നമ്മൾ മോട്ടോർ വേ ഒന്നും കയറിയിട്ടില്ല. അവിടേക്ക് ഫുൾ നമ്മൾ കൗണ്ടി സൈഡ് കൂടെ പോയേക്കണത്. ഇതിപ്പോൾ നമ്മളവിടെ ഏകദേശം എത്താറായി. ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമ്മൾ ഏകദേശം സ്ഥലം എത്തും. അതിന് മുന്നേ ഉള്ള നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇങ്ങനെ പച്ച വിരിച്ച് കിടക്കണ പാടങ്ങൾ. കൃഷിയൊക്കെ ഏകദേശം കുറേയൊക്കെ കഴിഞ്ഞു. കൃഷി കഴിഞ്ഞിട്ടുണ്ട്. കുറേ പാകമായിട്ടുള്ള പാടങ്ങളുണ്ട്. അങ്ങനെ നല്ല ഭംഗിയാണ് ഈ വഴി കൂടെ പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് പോവാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പാർക്കിങ്ങിനെ കുറിച്ച് ടെൻഷൻ അടിക്കാൻ ഇല്ല. കാരണം പാർക്കിങ്ങൊക്കെ നമ്മൾ മുന്നേ നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. പേ പാർക്കിംഗ് ഒക്കെയാണ്. നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള സ്ലോട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ അവരുടെ ഓർഗനൈസേഷനെ കുറിച്ച് നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം അവർ അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ എവിടെയുള്ള സ്ഥലത്തിനേക്കാളും നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. So, Basil, look who's here in Ireland for the very first time! Basil Joseph, the powerhouse of talent, an amazing actor, and an equally amazing director. Basil, you know what he said? ആൾക്കാരൊക്കെ വരുവോ ഇങ്ങനെ നമ്മൾ ബിൽഡപ്പ് കൊടുത്തിട്ട് ആൾക്കാർ വരുവോ? So, Basil, over to you! എന്താ to Ireland? എല്ലാവർക്കും നമസ്കാരം. അയർലൻഡിനെ കുറിച്ച് നാട്ടിലൊക്കെ എപ്പോഴും ചെറുപ്പകാലം മുതലേ കേൾക്കുന്നതാണ്. എപ്പോഴും നാട്ടിലെവിടെ ഒരു നേഴ്സ് ഉണ്ടെങ്കിലും അയർലൻഡിലെ നേഴ്സാ വളരെ എല്ലാവരും പറയുന്നത് കേൾക്കുന്നതാണ്. അപ്പോൾ നാട്ടിൽ നിന്നൊരു പ്രോഗ്രാമിനായിട്ട് അയർലൻഡിലേക്ക് വന്നപ്പോൾ നാട്ടിലേക്ക് തന്നെയാണ് വന്നതെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. കേരളമായിട്ടൊരു മാറ്റമില്ല. എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നേ ഉള്ളൂ. നാട്ടിലും മുണ്ടും ലുങ്കിയൊക്കെ എടുത്ത് നടക്കുന്നതിന് വരെ ഇവിടെ കോട്ടൊക്കെ ഇട്ട് നടക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അത്രയും മലയാളി ക്രൗഡാണ്. മലയാളം കേരളത്തിനടുത്ത് മാറ്റാൻ പറ്റുന്നില്ല. എവിടെ നോക്കിയാലും. ഞാൻ എയർപോർട്ടിൽ എമിഗ്രേഷന് വേണ്ടിയിട്ട് വന്നപ്പോൾ അവിടുത്തെ ഓഫീസർ എൻ്റെ പാസ്പോർട്ട് നോക്കിയിട്ട് യു സ്പീക്ക് മലയാളം എന്ന് ചോദിച്ചു. പുള്ളിയുടെ ഫ്രണ്ട് ഈ പ്രോഗ്രാമിന് വരുന്നുണ്ട്. അപ്പോ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് അറിയാം ഓക്കെ ഇന്ത്യ എന്നുള്ള രീതിയിലല്ലോ കേരള മലയാളി എന്ന
അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞങ്ങള് ഒരു സ്ഥലത്ത് മിസൻ ഹെഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയായിരുന്നു. അപ്പൊ അവിടെ മഴയൊക്കെ പെയ്ത് ആകെ പ്രശ്നമായി, ആകെ ബോറടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മൂവിയുടെ ഷൂട്ടിംഗ് കണ്ടു. അപ്പൊ ആ ഷൂട്ടിംഗ് സെറ്റിൽ ഇങ്ങനെ ഷൂട്ടിംഗ് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് അവിടെ ചെന്നിട്ട് അവിടെ ഇങ്ങനെ എന്താണ്, അപ്പൊ അവിടുത്തെ ഗാർഡ് നിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു, ഇത് എന്ത് സിനിമയാ, ഏത് ലാംഗ്വേജാ, ആരാ അഭിനയിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പുള്ളി ഇങ്ങനെ അവിടെ ഗാർഡായിട്ട് നിൽക്കുവാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു അതിങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, ഇങ്ങനത്തെ ഒരു സിനിമയാണ്, ഫീച്ചർ ഫിലിമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് ടൂറിസ്റ്റ് ആണോ, ടൂറിന് വന്നാണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കേരള. ഓ കേരള, പുള്ളി അവിടെ ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും മനോഹരമായ സ്ഥലത്ത് അവിടെ വന്നിട്ട് അവിടെ എന്ത് കാണാനാണ് ഞാൻ. പുള്ളി അവിടെ വന്നിട്ടുണ്ട്, കേരളയൊക്കെ അറിയാം, ഇന്ത്യ മൊത്തം കറങ്ങിയിട്ടുണ്ട്, തമിഴ്നാട് പോയി, രാജസ്ഥാനിലൊക്കെ കറങ്ങി. അപ്പൊ ഭയങ്കര സ്നേഹത്തോടെ കുറെ നേരം സംസാരിച്ചു. അപ്പൊ ഞാൻ ഞാൻ എന്റെ ഒക്കെ കാണിച്ചു കൊടുത്തു, ഞാനും അവിടെ സിനിമയിലാണ്, ഷൂട്ടിംഗ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ഗൂഗിൾ കിടന്ന് കാണിച്ചു കൊടുത്തു, എന്റെ പേര് ഓൺലൈനിലൊക്കെ നോക്കിയാൽ കിട്ടും. പുള്ളി വാച്ച് എന്നൊക്കെ പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിലേക്ക് പുള്ളി അത് നോട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പൊ കേരളം മലയാളികളും ഇവിടെ വന്നിട്ട് വേർപെടുത്താൻ പറ്റുന്നില്ല. ഇവിടെ വന്നിട്ട് ഒരു മാറ്റവും ഇല്ല. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഡബ്ലിൽ നിന്ന് പോർട്ട് ലീസിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കാറിൽ കയറിയപ്പോൾ തന്നെ ആ ചേട്ടന്റെ ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കലി ഓണായി. അപ്പൊ തന്നെ മാരാമൺ കൺവെൻഷനിലെ എന്ത് അതിശയമേ പാട്ടാ ഓടിക്കൊണ്ടിരിക്കുന്നു. അത് ആ പച്ചപ്പി കൂടെ ഇങ്ങനെ ചെമ്മരിയാടിനെ കണ്ടോണ്ട് എന്ത് അതിശയമേ കേട്ടിങ്ങനെ പോയി. മലയാളി ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ ഇട്ട് മാറി നിൽക്കുന്നേ ഉള്ളൂ. മലയാളി ഒന്നും മലയാളി തന്നെയാണ്. To welcome Rita Marie, who is the chairperson of LOFA. Thank you so much for the amazing work that you do in the community through Leash Offly Families of Autism. Can I please request you to say a few words? Thank you. On behalf of myself, our committee and our 170 families in Leash Offly who all have autistic kids, a huge thanks to Midlands Fest for inviting us here today. A day like this is a fantastic opportunity for us to make awareness of autism. We have a tent over here to the right. May anybody have a question? To please say a few words. It is truly special to have you here in Ireland for the very first time. So it is amazing to see you. It is the second time, Sana says, it's the second time here in Ireland. That was in Dublin, of course, and now we're in Midlands. Brilliant. Can I request you to say a few words, please? Hey, what's up, Ireland? Actually, I don't know how to speak when I'm standing, so my style is in always walking and, make your jam. So, Ireland, are you guys ready for today? So let's make some noise. Also, 2025. And this video just said, I hope you all gonna dance with me today, tonight. 6 p.m. after 6 p.m. right? Yeah, that was 6 p.m. My DJ said it will be after 6 p.m. each. Thank you so much, Sana, and we will see you again this evening, of course. മറ്റൊരു മത്സരത്തിനായി വിസിൽ കൊടുക്കി കഴിഞ്ഞു.
ആഴങ്ങളിലെ കൊമ്പന്മാരെ ചാടുളി കൊണ്ട് തളച്ച് കരയിലും കടലിലും വിസ്മയം തീർക്കുന്ന ആരയനെ പോലെ മുന്നിൽ വരുന്ന കൊമ്പനെ കമ്മകാരിൽ കുരുക്കുന്ന മനോഹരമായ പറമ്പ് മത്സരത്തിന് ഇതാ പോർട്ടീസിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുന്നു. പോരാട്ടത്തിന് പേര് കേട്ട പോർക്കച്ചമുറക്കി പോരാടി ജയിക്കുവാൻ ഉറച്ച പോരാളികളുടെ പെരും പോരാട്ടത്തിന് ഇതാ പോർട്ടീസിന്റെ മണ്ണ് ഒരുക്കി കഴിഞ്ഞു. കടന്നു വന്ന മക്കളെ എവിടാ നിങ്ങള് ഇങ്ങോട്ട് വന്നേ നയിക്കുന്ന നാവൻ റോയൽസും അനൂപ് നയിക്കുന്ന ട്രക്ക് വാരിയേഴ്സ് ക്ലോൺമലും തമ്മിലുള്ള ആദ്യ കോർട്ട് മത്സരം. കാണികൾ ആരും വിസിലടിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാജേഷ് നയിക്കുന്ന പാപ്പൻ സ്വിസ്ബ്രോയും മഹേഷ് നയിക്കുന്ന ചിയേഴ്സ് ലീനയും തമ്മിലുള്ള അത്യുഗ്ര പോരാട്ടമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. ചാമ്പ്യൻ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാൻ തന്നെ പറ്റുന്ന ഒരു പോരാട്ടമാണ് പോർട്ട്ലിഷിന്റെ മണ്ണ് സാക്ഷ്യമാകാൻ പോകുന്നത്. ചിയേഴ്സ് ലീന വേഴ്സസ് പാപ്പൻ സ്വിസ്ബ്രോ. കളങ്കമില്ലാത്ത കൈകരുത്തുമായി കമ്പക്കയറിൽ പിടിമുറുക്കി കടന്നു വന്ന കളിക്കളങ്ങളിൽ കരുത്തിന്റെ കനലാട്ടം കൊണ്ട് കനക കിരീടത്തിലേക്ക് കടന്നു കയറുവാൻ ചിഹ്ന വിളിച്ച് ചീറിയെടുക്കുന്ന മതം പൊട്ടിയ ഒറ്റക്കൊമ്പന് നേരെ പോലും കൈവറയ്ക്കാതെ കാഞ്ചി വലിക്കുന്ന വേട്ടക്കാരന്റെ ഉൾക്കരുത്തുമായി ചെമ്പരത്തിനെ പോലെ എതിരാളികളുടെ കയ്യിൽ നിന്നും മരം പൊട്ടിച്ചെടുത്ത് വിജയം റാഞ്ചി പിടിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന വമ്പന്മാരുടെ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാത്ത ഏകാഗ്രതയുമായി വിട്ടുകൊടുക്കാനോ മത്സരത്തിനായി വിസിൽ മുഴക്കി കഴിഞ്ഞു. സുമേഷ് ചാലക്കുടിയാണ് കളി നിയന്ത്രിക്കുന്നത്. നല്ല കൈ കൊടുത്തേ, കൈയടിക്കേ, കൈയടിച്ചേ, അവരെ പ്രോത്സാഹിപ്പിച്ചേ.
ആദ്യ ക്വാർട്ടർ സ്വന്തമാക്കിക്കൊണ്ട് ചക്ക് വാരിയേഴ്സ് ക്ലോണൽ. അടുത്ത മത്സരം പാപ്പൻ സ്വിസ് ബ്രോ വേഴ്സസ് അലിയൻസ് ദ്രോഗിഡ. പാപ്പൻ സ്വിസ് ബ്രോയുടെയും അലിയൻസ് ദ്രോഗിഡ രണ്ടാമത്തെ അങ്ങനെ വെച്ച അവർക്ക് കിട്ടുള്ളൂ. സ്വന്തമാക്കിക്കൊണ്ട് ഡിഫൻഡേഴ്സ് ഗംഗാർവൻ. അടുത്ത The grand finale is here. Cheers Lina versus Papan Swiss Pro. After a day of fierce battles,
raw strength and unshakable spirit. It all comes down to this, the final match of Utsav 2025 Tug of War tournament. Cheers Nina, the pride of Tipperary, with unstoppable determination and rock-solid teamwork. Cheers Nina have tugged their way through every round with power and precision. Known for their energy, unity and never say die attitude. They are here to finish what they have started with victory. Pappens Fishbrough, the heart of Dublin's beats, strong in this relentless team, with tactical brilliance, brute strength and nerves of steel. Pappens Fishbrough have proven their no underdogs. They have silenced doubters and now stand just one pull away from glory. It's the ultimate showdown. Two allied teams, one champion. അമ്മച്ചി സ്പോൺസർ ചെയ്യുന്ന 1001 യൂറോയ്ക്കും എവറോളിംഗ് ട്രോഫിക്കും സദ്യ സ്പോൺസർ ചെയ്യുന്ന 501 യൂറോയും എവറോളിംഗ് ട്രോഫിക്കും വേണ്ടിയുള്ള വാശിയേറിയ ഫൈനലിലെ ആദ്യ കോർട്ട് പോരാട്ടം. Cheers Nina versus Pappens Fishbrough. മഹേഷ് നയിക്കുന്ന Cheers Nina versus രാജേഷ് നയിക്കുന്ന പാപ്പൻസ് ഫിഷ്ബ്രോവ്. റോയൽ കേറ്റേഴ്സ് സ്പോൺസർ ചെയ്യുന്ന പാപ്പൻസ് ഫിഷ്ബ്രോയും നീന കിച്ചൺ സ്പോൺസർ ചെയ്യുന്ന ചിയേഴ്സ് നീനയും. അങ്കക്കളത്തിൽ തളർന്നു വീണവന്റെ കഥയല്ലിത്. വീരേതിഹാസം സൃഷ്ടിച്ച പോരാളികളുടെ പോരാട്ടം. ലോകത്തിൽ തന്നെ ഏറ്റവും കായിക ബലം വേണ്ട മത്സരം. സ്വർണ്ണ കപ്പിലേക്ക് ഒരടി കൂടി മാത്രം. കപ്പിനും ചുണ്ടിനുമിടയിൽ ഏതാനും നിമിഷങ്ങൾ മാത്രം. അമ്മച്ചി സ്പോൺസർ ചെയ്യുന്ന 1001 യൂറോയും എവറോളിംഗ് ട്രോഫിക്കും വേണ്ടിയുള്ള വമ്പൻ പോരാട്ടം. Tug of War conducted by Midland Indian Fest Utsav 2025, managed by Tug of War Ireland India Malayali segment Teams ആണ് ഈ കളി ഇവിടെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത്. അതിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. കളിയുടെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് സുമേഷ് ചാലക്കുടി, അതുപോലെ തന്നെ ബിപിൻ അങ്കമാലി. കളിയുടെ പൂർണ്ണ നിയന്ത്രണം ഇരുവശങ്ങളിൽ നിന്നും എല്ലാ ബാരിക്കേഡ് നിയന്ത്രിക്കുന്ന ഉത്സവിന്റെ ചുണക്കുട്ടികളായിട്ടുള്ള ലീഡേഴ്സ് ആണ്, വോളണ്ടിയേഴ്സ് ആണ്. ഇപ്പം കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോർജ് കുട്ടിയാണ്. പുന്നമ്പട ജോർജ് കുട്ടിയും അതുപോലെ തന്നെ എന്നെ സഹായിക്കുവാനായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുമുണ്ട്. നല്ല കയ്യിൽ കൊടുത്തേ, കൈയടിച്ച് സ്വീകരിച്ചേ. ഞങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, പറയാൻ പറ്റത്തില്ല, ഫൈനൽ നടക്കാൻ പോവുക. ഞങ്ങളെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൈയടിക്കുക, കൈയടിച്ച് സ്വീകരിക്കുക. പൂക്കന്മാരെന്ന് വിളിക്കല്ലേ ദയവായിട്ട്.
ഫൈനൽ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിന്റെ വിസിൽ മുടങ്ങിക്കഴിഞ്ഞു. രാവിലെ കണ്ട സെയിം എല്ലാവരും അവിടെ തന്നെ നിന്നിട്ടുണ്ട് ഫോർ വെയിറ്റിംഗ് ഫോർ ബേസിൽ ജോസഫ്. രാവിലത്തെ ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഹായ്, നമസ്കാരം എല്ലാവർക്കും. വീണ്ടും നമസ്കാരം. രാവിലത്തെ ഫീൽ രാവിലെ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ അത് ഈ പറയുന്ന പോലെ ഇത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രോഗ്രാമിന് പോകുന്ന പോലെയൊക്കെ തന്നെ വേറൊരു നാട്ടിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ സ്നേഹിക്കുക, കാണുക എന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി രാവിലെ പറഞ്ഞ തന്നെ വീണ്ടും പറയണ്ടല്ലോ, അവരൊക്കെ തന്നെയല്ലേ ഇത്. കുറച്ച് റിക്വസ്റ്റ് ഉണ്ട്, എല്ലാവരുടെയും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ബേസിൽ ഡാൻസ് ചെയ്യണം. ഇപ്പം വേണ്ട, നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഡാൻസ് ഉണ്ട്. ചെയ്യുമല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഡാൻസ്? ഇല്ല. അയ്യോ അയ്യോ, അങ്ങനെ പിന്നെ വേറൊരു റിക്വസ്റ്റ് ഉണ്ട്, ബേസിൽ ചിരി കാണണമെന്ന്. അത് ഞങ്ങൾ കണ്ടു. പക്ഷെ ഞങ്ങളുടെ കൂടെ 2-3 സ്റ്റെപ്പ് ചെയ്യണം. എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, അറിയുന്ന ഡാൻസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് കുറച്ച് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട് ഇന്നിവിടെ. വിളിച്ചോറിട്ട് ചെയ്യുന്ന സാധനമല്ല. പക്ഷെ ഇവിടെ അയർലൻഡിൽ ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങൾ കുറച്ച് എല്ലായിടത്തും പറയാം ഞങ്ങളുടെ ഫ്ലാഷ് മോബ് വരുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കണേ. അപ്പോ നമ്മുടെ അയർലൻഡ് ടുമോറോ there will be a surprise test എന്ന് പറയുന്ന പോലത്തെ ഫ്ലാഷ് മോബ് ഉണ്ടെന്ന്. എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മുടെ അയർലൻഡ് FM is going to do a flash mob. ബേസിലിന്റെ എല്ലാ സോങ്സ് ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു ബേസിൽ. സോ ബേസിൽ വേണമെങ്കിൽ അവരെ ജോയിൻ ചെയ്യാം. ചിലപ്പം തോന്നിക്കഴിഞ്ഞാലോ Do you want to start and then he might join? അപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞാനിതിൽ ഫുൾ പ്രോഗ്രാം ഇട്ടിട്ടില്ല. കുറേ ഡാൻസും പാട്ടും കുറേ പരിപാടികളുണ്ടായിരുന്നു. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് 2-3 മണിക്കൂറൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഫുൾ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ശരി ഗായ്സ്, അപ്പോൾ വീണ്ടും കാണും വരയ്ക്കും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.